ഓടണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം വാടിടേണ്ട. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു രുചി വൈവിധ്യങ്ങളുടെ ഒരു ലോകത്തിലേക്കാണ്. ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള മുജുകുന്ന് എന്ന സ്ഥലത്തെ പുളിയഞ്ചേരിയിലാണ്. നാട്ടിൻപുറങ്ങളിലെ കള്ള് ഷാപ്പിൽ പോയിട്ടുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കള്ള് ഷാപ്പിലേക്ക് അകത്തേക്ക് കയറുമ്പോൾ ഉണ്ടാവുന്ന ഈ പുളിച്ച കള്ളിന്റെയും ഭക്ഷണാവശിഷ്ടങ്ങളുടെ ഒക്കെ ഒരു വല്ലാത്തൊരു സ്മെല്ല് ഉണ്ടാകാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ അസ്വസ്ഥമാക്കാറുണ്ട്. അതൊക്കെ കള്ള് ഷാപ്പിന്റെ ഒരു ദേശീയ ഗന്ധം എന്നുള്ള രീതിയിൽ നമ്മൾ അംഗീകരിക്കപ്പെട്ടവരുള്ളതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന, നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ പാചകം ചെയ്യുന്ന, നല്ല കൈപ്പുണ്യമുള്ള പാചകക്കാരുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞ് വെറുതെ സമയം പോക്കുന്നില്ല. നമുക്ക് അവിടുത്തെ കാഴ്ചയിലേക്ക് തന്നെ നേരിട്ട് പോകാം. ജയന്തേട്ടാ, പോയാലോ? ഇവിടെ വരുന്നവർക്ക് പ്രൈവസി ഉറപ്പുവരുത്താനായി നല്ല രീതിയിൽ തന്നെ ചെറുമുറികളായി തിരിച്ചിട്ടുണ്ട്. അടുക്കളയിൽ അകലാപ്പുഴിയിലെ ഇരുന്ന് ഫ്രൈ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. പൊതിനയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ കൊതി പിടിപ്പിക്കുന്ന മണമായി. അടിപൊളി തലക്കറി, ചിന്നമുട്ട, ഒരു രക്ഷയുമില്ലാത്ത കൂന്തൽ ഫ്രൈ, കുരുമുളകിട്ട പന്നിയിറച്ചി, നല്ല മുളകിട്ട കരിമീൻ കറി, കോഴിപ്പാട്സ്, ചിക്കൻ കറി, ചെമ്മീൻ വറ്റിച്ചെടുത്തത്. അണിയറയിൽ കല്ലുമ്മക്കായ ഫ്രൈ തയ്യാറായി വരുന്നുണ്ട്. ഇതിനൊക്കെ കൂട്ടുപിടിക്കാൻ നല്ല അപ്പവും പുട്ടും, വെണ്ണ പോലെ നാവിൽ അലിഞ്ഞു ചേരുന്ന കപ്പയും, പിന്നെ പത്തിരി, കള്ളപ്പം, അങ്ങനെ വിഭവങ്ങൾ വേറെയും. തിളച്ച വെളിച്ചെണ്ണയിൽ കിടന്ന് ഇവിടുത്തെ സ്പെഷ്യൽ മസാലയിൽ പൊതിഞ്ഞ കരിമീൻ അങ്ങനെ നീണ്ടി തുടിക്കുന്നുണ്ട്. പൊരിച്ചെടുത്ത കരിമീനിൻ്റെ അകത്തുനിന്നും ഒരു കഷ്ണം എടുത്ത് കഴിച്ചിട്ട് അതിന്റെ മസാലയുടെ എരിവ് കുറയ്ക്കാൻ നല്ല മധുരക്കള്ള് ഇങ്ങനെ ഒഴിച്ചു കുടിക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ചെറിയ തോതിൽ ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. ടേസ്റ്റ് കാരണം വാരി വലിച്ച് കഴിച്ചിട്ടുണ്ട്. ലൊക്കേഷൻ മറന്നുകൊണ്ടാണ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പുളിയഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്.